ചെറിയൊരു വാർക്കയിൽ പൈപ്പിടൽ, ചെറിയ വാർക്കയിൽ പൈപ്പിടലാണെങ്കിലും ഭയങ്കര പവർഫുള്ള് സാധനമാണ് കേട്ടോ ഇടുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇട്ടൊരു സാധനം ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് ഇതിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ടിൻ്റെ സെൻറ്ററിൽ നമുക്ക് കറക്റ്റായിട്ട് ഫ്ലെക്സിബിൾ പ്രൊഫൈൽ കറക്റ്റ് അടിക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ട DC വയറും AC വയറാണ് ഇതാ കാണുന്ന സാധനം. പിന്നെ പറഞ്ഞ ഈ റൗണ്ട് 4 നമ്മുടെ സിലിണ്ടർ ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പൈപ്പിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിലൂടെ വേണം കാണാൻ. ഈ ഒരു ഗ്യാപ്പ് ആകെ ഈ കാണുന്ന ഒരു 6-8 ഇഞ്ചുള്ളൂ ഇവിടെ നിന്നൊരു ചാട്ടം നിൽക്കണത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇട്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ കണ്ടോർത്താൻ ബുദ്ധിമുട്ടിയിടണത്. അപ്പോൾ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കോണിയുമ്പോൾ നിന്നിട്ട് വാർക്കയിൽ പൈപ്പ് ഇടണത്. അല്ല വേറെ നിവൃത്തിയില്ല അവിടെ, അതങ്ങനെ തന്നെയാണ് ഇടാൻ പറ്റുള്ളൂ. വാർക്കയിൽ കോണിയുമ്പോൾ നിന്നിട്ടാലും നമ്മുടെ സ്റ്റൈൽ വിട്ടിട്ട് നമ്മൾ ഒരു കളിക്ക് നിന്നില്ല. ബെൻഡർ വെച്ച് വളച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം ഇട്ടിട്ടുള്ളത്. അല്ലാതെ നമ്മൾ വെറുതെ ഗംഭീര അടി കൂടെ വലിച്ചു വാരി ഇടുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. തീരെ നിവൃത്തിയില്ലാത്തടത്തും മാത്രമാണ് നമ്മൾ ഗംഭീര അടിയിൽ ഇടുക. അപ്പോൾ നമ്മുടെ സ്റ്റൈൽ വിട്ടിട്ട് നമ്മൾ ഒരു കളിയും കാര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് ചെയ്യണ വീട്ടിൽ തന്നെയായിരുന്നു നമ്മുടെ വർക്കും കാര്യങ്ങളും. അപ്പോൾ ഒരു 4 മണിയോടുകൂടി നമ്മൾ വാർക്കയിൽ പൈപ്പ് ഇട്ടു. ചെറിയൊരു വാർക്കയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അളവും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ പൈപ്പുകളിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ വരും. ഓക്കെ.